സത്യം തെളിയിക്കാൻ നിങ്ങൾക്ക് ഞാൻ 3 ദിവസം സമയം തന്നതാ. അത് ഇന്ന് കഴിയും. നിങ്ങൾ ഇതുവരെ സത്യം തെളിയിച്ചിട്ടില്ല. എന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്നതിൽ എന്തർത്ഥമുള്ളത്? അതിനുള്ള ഉത്തരം ഇവര് പറയട്ടെ. സ്വയം തെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ പെരുമാറുന്നത് ഒട്ടും ശരിയല്ല ഷി. അഷിത അങ്ങനെ നിന്റെ കുറ്റമായി പറഞ്ഞതൊന്നും അല്ല പൂർണിമേ. അവളുടെ ഭാഗത്തു നിന്ന് തെറ്റ് പറ്റിയതുകൊണ്ട് സങ്കടപ്പെടുകയായിരുന്നു. ഓ, അങ്ങനെയാണോ? ഈ സങ്കടം ഓഫീസിൽ വെച്ച് തോന്നിയിരുന്നെങ്കിൽ അവിടെ അത്രയും പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. ഓഫീസേ കാശുണ്ടാക്കാൻ മാത്രമുള്ള സ്ഥലമൊന്നുമല്ല. അത് മനസ്സിലാക്കി പെരുമാറാൻ പഠിക്കണം. വിട്ടുകള പൂർണിമേ. ഇവളറിയാതെ എന്തെങ്കിലും തെറ്റ് ചെയ്തെങ്കിൽ നമ്മളല്ലേ ക്ഷമിക്കേണ്ടത്. അതുകൊണ്ട് കാര്യമാക്കാണ്ട് നീ അകത്തേക്ക് ചെല്ല്. എന്താ അമ്മേ നിങ്ങൾ ഇങ്ങനെ കാണിക്കുന്നേ? പിന്നെ ഞാൻ എന്താ വേണ്ടത്? ഈ നിസ്സാര പ്രശ്നത്തിന് വഴക്കുണ്ടാക്കണോ? അപ്പോ ഞാൻ അനുഭവിച്ച നാണക്കേടോ ആർക്കും ഒരു കുഴപ്പമില്ലേ? അങ്ങനെയല്ല ഷീ. ആരും ഒന്നും പറയണ്ട. ഒരു ദിവസം അമ്മയുടെ മകന്റെ നേരെയും ഈ സ്ത്രീ കൈപോക്കും. ചിലപ്പോ കഴുത്തിൽ പിടിച്ച് പുറത്താക്കുകയും ചെയ്യും. അപ്പോഴേ ഇതുപോലൊക്കെ തന്നെ അങ്ങ് പെരുമാറിയാ മതി. എടി അഷി, അഷി, അഷി നിക്ക്. അമ്മ അഷിത, ആ പൂർണിമ എല്ലാത്തിനും കാരണം. ഇതെന്താ ഫോൺ എടുക്കാത്തെ? ഹായ്, സോറിഡോ, ഞാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി. താൻ വന്നിട്ട് കുറെ നേരമായോ? 1 മണിക്കൂറായി ഇവിടെ നിൽക്കുന്നേ. മനുഷ്യന് പോസ്റ്റ് ആക്കുന്നതിലേ ഒരു പരിധിയുണ്ട്. അറ്റ്ലീസ്റ്റ് വിളിക്കുമ്പോ ഫോണെങ്കിലും ഒന്ന് എടുത്തൂടെ? ഓ, താൻ വിളിച്ചിരുന്നല്ലേ? ഞാൻ കണ്ടില്ലടോ. ബൈക്കിലായിരുന്നോണ്ടേ ഞാൻ അറിഞ്ഞില്ല. കുറച്ചധികം വർക്ക് തീർക്കാനുണ്ടായിരുന്നു. അപ്പൊ ഇറങ്ങാൻ ലേറ്റായി. പിന്നെ ഇവിടെ എത്താൻ പാഞ്ഞിങ്ങ് പോന്നു. അങ്ങനെ ലേറ്റ് ആവണമെങ്കിൽ ആ കാര്യം തന്നെ വിളിച്ച് പറഞ്ഞാ പോരെ? ഇങ്ങനെ റിസ്ക് എടുത്ത് സ്പീഡിൽ ബൈക്ക് ഓടിക്കേണ്ട കാര്യമുണ്ടോ? ഇനി അങ്ങനെ ചെയ്തോളാം. ഇത്തവണത്തേക്ക് താനൊന്ന് ക്ഷമിക്കും. പിന്നെ വീട്ടിൽ കുറച്ച് പ്രശ്നമുണ്ട്. അതാ ഞാൻ കാണണമെന്ന് പറഞ്ഞത്. എന്ത് പ്രശ്നം? കല്യാണാലോചന കുറച്ച് സീരിയസ് ആയിട്ട് വന്നു തുടങ്ങി. ഇയാള് വീട്ടിലൊന്നും സംസാരിക്കുവോ? ഞാൻ വരാം. ഷുവർ? യെസ്, വരാടോ. ആ വന്നേ, നമുക്കേ ഒരു ഐസ്ക്രീം കഴിച്ചിട്ട് വരാം. വാ. പൂർണിമേ, ഈ എഗ്രിമെന്റിന്റെ കാലാവധി കഴിയാറായെന്ന് തോന്നല്ലോ. ആ ഏജൻസിയായിട്ട് പുതിയ എഗ്രിമെന്റ് വെക്കാനുള്ള പേപ്പർ പൂർത്തിയായിട്ടുണ്ടോ? നോക്കിയേ. ചെറിയ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചെയ്തതാ. ചെയ്താ. പുതിയൊരു ചാനൽ ലോഞ്ചിങ്ങിന് പ്ലാൻ ഉണ്ട്. നമ്മുടെ നല്ല എംപ്ലോയീസിനെ അവർ കൂടുതൽ സാലറി കൊടുത്ത് വിളിച്ചേക്കും. അങ്ങനെ പോകുന്നവരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ചെറിയച്ച. പോകുന്നവര് പോട്ടെ.
ഇനിയും എന്താ നിങ്ങൾ ഇവിടെ കിടന്ന് കറങ്ങുന്നത്? ഇനി നിങ്ങളെ ഇവിടെ ഞങ്ങൾ ആരും സഹിക്കേണ്ട കാര്യമില്ല. ആരെങ്കിലും അറിഞ്ഞോണ്ട് കള്ളന്മാരെ താക്കോലേൽപ്പിക്കുവോ? ദേ, സത്യം തെളിയിക്കാൻ നിങ്ങൾക്ക് തന്ന സമയമൊക്കെ കഴിഞ്ഞു. ഇനി ഈ വീട്ടിൽ നിൽക്കാൻ നിങ്ങൾക്കൊരു അവകാശവും ഇല്ല. ദേ, ഇപ്പൊ തന്നെ രണ്ടുപേരും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോണം. എന്താ ഞാൻ പറഞ്ഞത് നിങ്ങൾ കേൾക്കുന്നില്ലേ? കേട്ടു. പക്ഷെ അനുസരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതെ, തൽക്കാലം പോകുന്നില്ലെന്നാ ഞങ്ങളുടെ തീരുമാനം. അതെന്താ ഇപ്പൊ ഇങ്ങനെ പറയുന്നത്? പൂർണിമേ, നീ ഇത് കേൾക്കുന്നില്ലേ? ചെയ്യാനുള്ളതെല്ലാം ചെയ്തു വെച്ചിട്ട് എത്ര അഹങ്കാരത്തോടെ അവിടെ സംസാരിക്കുന്നെന്ന് കേട്ടോ. ഡാ, ഒരു വാക്ക് പറഞ്ഞ അതിനൊരു വില വേണം. നീയൊക്കെ തെറ്റ് ചെയ്തിട്ട് പോവാൻ പറയുമ്പോ വാക്ക് മാറ്റി പറയുന്നോ? ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് പോകാന്നാ പറഞ്ഞത്. ഒരു തെറ്റും ചെയ്യാതെ എന്തിനാ ഞങ്ങൾ ഇവിടെ നിന്ന് പോകുന്നത്? ഡാ, നീ എല്ലാം തെറ്റ് ചെയ്തെങ്കിലേ പിന്നെ അത് ആര് ചെയ്തെന്നാ നീ പറയുന്നേ? പൃഥ്വി, നിക്ക്. സത്യം തെളിയിക്കാൻ നിങ്ങൾക്ക് ഞാൻ 3 ദിവസം സമയം തന്നതാ. അത് ഇന്ന് കഴിയും. നിങ്ങൾ ഇതുവരെ സത്യം തെളിയിച്ചിട്ടില്ല. എന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്നതിൽ എന്താ അർത്ഥമുള്ളത്? അതിനുള്ള ഉത്തരം ഇവര് പറയട്ടെ. ഞാൻ എന്തോ പറയാൻ? നിങ്ങൾ എന്താ ചെയ്തതെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങളുടെ വാക്കുകൾ വിശ്വസിച്ചു എന്നൊരു തെറ്റേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ജീവിതത്തിൽ സ്നേഹമോ വാത്സല്യമോ മനസ്സ് നിറച്ച് ഞാൻ അനുഭവിച്ചിട്ടില്ല. അതുകൊണ്ട് ആരെങ്കിലും എന്നെ പറ്റിക്കാൻ വേണ്ടി മുന്നിൽ നിന്ന് സ്നേഹത്തോടെ 4 വാക്ക് പറഞ്ഞ ഞാൻ വിശ്വസിച്ചു പോവും. ഒരമ്മയെ പോലെ നിങ്ങൾ പറഞ്ഞ വാക്കുകൾ വിശ്വസിച്ചാ ഞാൻ ആ ഫയലും കൊണ്ട് ഒപ്പ് വാങ്ങിക്കാൻ പോയത്. അത് ശരി. സത്യം തെളിയിക്കാൻ തെളിവൊന്നും കിട്ടാതെ വന്നപ്പോ നീ നിന്ന് കഥാപ്രസംഗം നടത്തുവാണോ? അതൊന്നും ഇവിടെ വർക്കൗട്ട് ആവില്ല. ഇതൊന്നും കേട്ട് നിങ്ങൾ ആരും ഇനി ഇവിടെ താമസിക്കാൻ സമ്മതിക്കുമെന്ന് കരുതണ്ട. അവന്റെ ഒരു സെന്റിമെന്റ്സും കഥ പറച്ചിലും. ഈ പോക്ക് പോയാ ഇതൊക്കെ ചെയ്ത ഞാനാന്ന് നിങ്ങൾ ഈ പറയല്ലോ. അതെ, നീ തന്നെ ഇതൊക്കെ ചെയ്തത്.